നമ്മളിപ്പോൾ ഇവിടുന്ന് കുളി കഴിഞ്ഞു, അതുപോലെ തന്നെ ഫുഡും കഴിച്ചൊരു 5 മിനിറ്റത്തെ റെസ്റ്റിനേഷൻ നമ്മൾ വീണ്ടും ട്രക്കിംഗ് മുന്നോട്ട് നടന്നു തുടങ്ങി. ഇനി ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നമ്മൾ നടന്നാലാണ് നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന അവിടെ ആയിരിക്കും. നമ്മളിപ്പോൾ ട്രക്കിങ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് വീശുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല വലിയൊരു അരുവിത ഇവിടെ താഴെ കാണാം. തളന്നാ മറുപടി ഇല്ല, പറയാൻ പോലുള്ള ശക്തിയില്ല. ഇത്ര നടക്കുന്തോറും ആ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കാറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എനർജി റീസ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഡെപ്തിലേക്കാണ് വെള്ളം പതിക്കുന്നത്. അങ്ങനെ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മളുടെ ഓൾറെഡി പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം തിരിച്ചേൽപ്പിക്കണം എന്നുള്ള തരത്തിൽ കോഷൻ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ചിലരിവിടെ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് ട്രക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നമ്മളതിന് വേണ്ടുന്നുള്ള കാര്യത്തിൽ കൊടുത്താൽ മാത്രമേ മുന്നോട്ടും അത് നമുക്ക് വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. ഇത്ര നമ്മളിപ്പോൾ അട്ടയാറ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം ചെറിയൊരു വെള്ളം മുന്നിലുണ്ട്, അത് ക്രോസ് ചെയ്ത് വേണം പോകാം. ഇവിടെ ഓൾറെഡി ഒരു വാച്ചർ ഷെഡുണ്ട്. എനിക്ക് തോന്നുന്നു മഴ ടൈമിലൊന്നും ഇതുവഴി ക്രോസ് ചെയ്യുക കുറച്ച് ടാസ്ക് ആയിരിക്കും. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അട്ടയാർ, ക്യാമ്പ് 5, അഗസ്ത്യാർകൂടം ഇനി 10.5 കിലോമീറ്റർ. സോ നമ്മളിപ്പോൾ ഡയറക്റ്റ് അഗസ്ത്യാർകൂടത്തിലേക്കല്ല കയറുന്നത്. ഇന്ന് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ടാണ് നാളെ ബാക്കി വരുന്ന 7-8 കിലോമീറ്ററോളം അഗസ്ത്യാർകൂടം ക്ലൈംബിങ് ചെയ്ത് മുകളിലേക്ക് കയറണം. നിയാസിന് നടക്കാൻ വയ്യ, ഓൾറെഡി ടയേർഡായിട്ടാണ് നടന്നു വരുന്നത്. സോ എൻ്റെ തള്ളനൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ ടയേർഡാവൂല, തീയിൽ കുരുത്താനാ വരത്ത് പാടില്ല. ഐറ്റി കുരുക്കുന്നതിന് വരെ നീ എങ്ങനെ തീയിൽ പോയി കുരുത്ത്? മിഥിലേഷ് ചേട്ടൻ ഇപ്പോഴും പയറ് പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. അതെ പുൽമേട് എത്താറായി. നമ്മളിപ്പോൾ ഓൾറെഡി പുൽമേടിലേക്ക് റീച്ചായി. മുന്നിൽ പുൽമേട് കാണാം. നമ്മളിതാ അട്ടയാറിൻ്റെ വേറൊരു വാച്ചർ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ബാത്റൂം ഫെസിലിറ്റിയും വെള്ളം ഫെസിലിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കുടിക്കാനായിട്ടുള്ള വെള്ളം ഇതുപോലുള്ള പൈപ്പുകളിൽ നിന്ന് അടുത്തുള്ള വാട്ടർ ഫാൾസിൽ നിന്നും ഡയറക്റ്റ് പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടാണ് വെള്ളം എടുത്തിരിക്കുന്നത്. നല്ല പ്യൂറായിട്ടുള്ള വെള്ളമാണ്, നമുക്ക് കുടിക്കാനായിട്ടൊക്കെ എടുക്കാം. ഈ ഒരു 4 കിലോമീറ്റർ കൂടി മുകളിലേക്ക് പോയാൽ നമുക്കിന്ന് സ്റ്റേ ചെയ്യേണ്ട ക്യാമ്പ് എത്തും. നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് വാക്കിംഗ് ഡിസ്റ്റൻസ് അതോടുകൂടി എൻഡാവും. പിന്നെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് നൈറ്റ് റെസ്റ്റ് എടുത്ത ശേഷം രാവിലെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അഗസ്ത്യാർകൂടം പീക്കിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. നല്ല വെയിലാണ്. ഓൾറെഡി പുൽമേടിലൂടെ സഞ്ചരിക്കുമ്പോൾ വെയിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മുന്നേ ട്രാവൽ ചെയ്തിട്ടുള്ള പലരുടെയും എക്സ്പീരിയൻസ്. അത് തന്നെയാണ് ഉള്ളത്. പക്ഷേ കൂടി നമുക്ക് സഹിക്കാവുന്ന വെയിലേ ഉള്ളൂ. അതിനോട് താഴ്ന്ന് പാട്ടൊക്കെ പാടി വരുന്നുണ്ട്. അത്ര വിസിബിളാണ് സ്കൈ എന്ന് പറയുന്നത്. വിലേഷ് ചേട്ടാ, അടുത്ത കയറേണ്ട വഴി എവിടെ? നമ്മളിവിടെ നേരെ ഈ വഴി പോയി ചെല്ലുന്നത് ആ മുകളിൽ കാണുന്ന പുൽമേട്ടിലേക്കാണ്. ആ ഒരു ട്രൈ ഏരിയയിലേക്കാണ് പോകുന്നത്. അത്രയും ഏരിയ ഇനിയും നടന്നു പോകാനുണ്ട്.
ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മളിനി പോകേണ്ടത്. ഇത് കുറച്ച് ഹാർഡാണ്. വന്നില്ലേടാ? ഞാനിപ്പോൾ കയറിയ ആ ഒരു മല. അവൻ ഓൾറെഡി താഴെ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. നമുക്കിനി മുകളോടാണ് കയറേണ്ടത്. അവിടെ സുഹൃത്തുക്കൾ താഴെ നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം. ഈ മലയുടെ പേരെന്താണ്? ഇത് 7 മടങ്ങ്. 7 മടങ്ങ്. അത് കഴിഞ്ഞിട്ട് മുട്ടിടിച്ചാന്തേരി അടുത്തത് മുട്ടിടിച്ചാന്തേരി. അത് കഴിഞ്ഞ് ബേസ് അങ്ങനെ 2 കിലോമീറ്റർ 700 മീറ്ററോളം കിലോമീറ്റർ ഓടും. ഞങ്ങളിപ്പോൾ മുട്ടിടിച്ചാന്തേരി കയറി മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്ററാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വരുന്നത്. ഓൾറെഡി ഞാനിപ്പോൾ എൻ്റെ മുന്നേ പോയവരിൽ നിന്നും പുറകെ വരുന്നവരിൽ നിന്നും അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് നടക്കുന്നത്. ഓരോ തവണയും നമ്മൾ ഏതെങ്കിലും ഒരു പോർഷനിൽ ഹാർഡ് ട്രക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നെക്സ്റ്റ് വരുന്ന പോയിന്റിൽ നമുക്ക് അതിനെ കവർ ചെയ്യുന്ന തരത്തിലേക്ക് ആ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതുവരെയുള്ള കയറ്റത്തിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞിക്കും മറ്റുള്ള സാധനങ്ങൾ അവർ ചുമന്നെത്തിക്കുമ്പോൾ അവർ ഈടാക്കുന്ന ഒരു എമൗണ്ട് 150-200 എന്തോ ആണെന്ന് തോന്നുന്നു. അത്രത്തോളം നോർമൽ വെയിറ്റിൽ തന്നെ നമുക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള കയറ്റത്തിലാണ് അവർ ഇത്രത്തോളം അരിയും സാധനങ്ങളൊക്കെ ആയിട്ട് ചുമന്ന് കയറുകയും നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവിടെ പാകം ചെയ്ത് തരികയും ചെയ്യുന്നത്. അതൊരിക്കലും ഒരു കൂടുതൽ എമൗണ്ട് അല്ല. ഇതൊരു ട്രക്ക് ചെയ്തിട്ടുള്ളവരൊരിക്കലും അതൊരു കൂടിയ എമൗണ്ട് ആണെന്ന് പറയില്ല. പ്രത്യേകിച്ച് മധുരമലയിൽ സാധനം എത്തിച്ചിട്ട് കുക്ക് ചെയ്ത് തരുന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്.